اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അഖ്ലിസ് ദീനക യക്ഫിക്കൽ ഖലീലു മിനൽ അമൽ. നീ നിന്റെ മതത്തിൽ, നിന്റെ ദീനിൽ ഇഖ്ലാസ് കാണിക്കണം, എങ്കിൽ യക്ഫിക്കൽ ഖലീലു മിനൽ അമൽ, അമലിൽ നിന്ന് വളരെ കുറച്ച് മതിയാവും. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന അമൽ, ആ അമൽ വളരെ കുറഞ്ഞത് മതി. ആ ചെയ്യുന്ന അമലിൽ നീ നിഷ്കളങ്കത കാണിച്ചാൽ, അതിൽ നീ ഇഖ്ലാസ് കാണിച്ചാൽ വളരെ കുറച്ച് മതി എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അൽ ഖലീലു മിൻ കുല്ലി ഷൈഇൻ യക്ഫി. എല്ലാ വസ്തുക്കളിൽ നിന്നും ഖലീൽ യക്ഫി, അത് മതിയാകും. ഏതൊരു വസ്തുവാണെങ്കിലും അതിൽ ഇഖ്ലാസ് ഉണ്ടോ, കുറഞ്ഞത് മതിയെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. ഇതിനോട് ബന്ധമായ ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല. അല്ലാഹു തആലക്ക് അമലുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം അദ്വമുഹ, നിത്യമായി ചെയ്യുന്ന അമലാണ്. വഇൻ ഖല്ല, അത് വളരെ കുറവാണെങ്കിലും ശരി, വളരെ കുറച്ച് അമലാണെങ്കിലും നിത്യമായി ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. വളരെ കുറഞ്ഞ അമലാണെങ്കിലും ഇഖ്ലാസ് ഉള്ള അമല് മതി, അത് മതി നിനക്ക്. ഒരുപാട് അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല, ഉള്ള അമൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ട, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെയ്യുക. അതാണ് ശരിക്കും ബുദ്ധിമാന്മാരെന്ത് ചെയ്യേണ്ടത്. നമ്മൾ ചില വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരൊരുപാട് നിസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് പല നിലക്കുള്ള അമലുകൾ ചെയ്തു കൂട്ടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു കൃത്യനിർവഹണം എന്നതിലുപരി അത് പ്രപഞ്ചനാഥനാകുന്ന, എൻ്റെ പ്രണയഭാജനമാകുന്ന അല്ലാഹു തആലയിലേക്ക് ഹുബ്ബോടുകൂടെ ചെയ്യുന്നത് എന്ന നിലക്ക് ചെയ്യല്ല. അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്, അതെൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണ്, അത് ചെയ്തേ പറ്റൂ എന്ന കാർക്കശ്യത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിനൊക്കെ വാല്യൂ ഇല്ലാതായി പോവും, അതിൻ്റെ ഇഖ്ലാസ് ഇല്ലാതായി പോവും. എന്നാൽ ഇതെൻ്റെ പ്രപഞ്ചനാഥനോടുള്ള പ്രണയം പൂക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ പ്രപഞ്ചനാഥനോട്, എൻ്റെ ഹൃദയദാതാവിനോട് അനുരാഗം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അനുരാഗത്തിൻ്റെ മൂർത്തീഭാവത്തിലേക്ക് എനിക്ക് എത്തണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി പുൽകണം എന്ന ഒരു ചിന്തയോടും ആ ഒരു മനോഗതിയോടും കൂടി നമ്മളത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഖ്ലാസോടുകൂടെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ വിവേചനങ്ങളില്ല, വൈജാത്യങ്ങളില്ല. ചെയ്യുന്നത് ഏതാണെങ്കിലും അതിൽ ഇഖ്ലാസ് മതി. അവൻ്റെ കുടുംബ മഹിമയിലേക്ക് നോട്ടല്ല, അവൻ എവിടെ ജനിച്ചു എന്നുള്ളത് അല്ലാഹു തആലക്ക് അറിയേണ്ട ആവശ്യമില്ല. അല്ലാഹു തആലാനെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മതി. ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും
ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ പല ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട്. ഉന്നതരായ പല സ്വഹാബികളും റസൂലുള്ളാന്റെ അടുത്തുണ്ട്. റസൂലുള്ളാനെ ചാരിയിരിക്കുന്നുണ്ട്. റസൂലുള്ളാനെ ഒട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രമുഖരായ പല സ്വഹാബികളും റസൂലുള്ളാന്റെ അരികിലുണ്ട്. ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ ആരെയോ തിരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അയിന ബിലാൽ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? അപ്പൊ ആ ഒരു സദസ്സിന്റെ ഏറ്റവും ബാക്ക് ഭാഗത്തുനിന്ന്, അനദാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ഇവിടെ ഉണ്ട്. വിനയത്തോടുകൂടെ വിനയാന്വിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഖദ്ദിം യാ ബിലാൽ, ബിലാലെ അങ്ങോട്ട് മുന്നോട്ട് വാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വിനയത്തോടുകൂടെ ലജ്ജയോടുകൂടെ സദസ്സിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് സദസ്സിന്റെ ഏറ്റവും മുൻവശത്തേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ റസൂലുള്ളാഹിനെ ഒട്ടിയിരിക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖേ ഒന്ന് മാറിയിരിക്കൂ, നമുക്കിടയിൽ ബിലാൽ ഇരിക്കട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലജ്ജയോടുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെയും ലോകത്തെ ഏറ്റവും ഉന്നതരായ രണ്ട് പടുവൃക്ഷത്തിന്റെ ഇടയിൽ ലജ്ജയോടുകൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലെ ലജ്ജയൊന്നും വേണ്ട, സ്വർഗത്തിൽ നീ എൻ്റെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്നത് ഞാൻ കാണുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. കേവലം അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അങ്ങോട്ട് മനസ്സിലാക്കിയപ്പോ പരിശുദ്ധമായ ദീനും അതിൻ്റെ ഒരു മാധുര്യം ഹൃദയത്തിലേക്ക് തട്ടിയപ്പോ താൻ ചെയ്യുന്ന അമലുകൾ മുഴുവൻ പ്രപഞ്ചനാഥന് മാത്രമാണ് എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ചെയ്യുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂല് ദുനിയാവിൽ കൊടുത്ത പ്രാധാന്യം, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രാധാന്യം, അങ്ങനത്തെ അമലുകൾ അത് അല്ലാഹു തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനത്തെ അമലുകളാണ് ഒരടിമയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അഖ്ലിസ് ദീനക, നിന്റെ മതത്തിൽ നീ ഇഖ്ലാസ് കാണിക്കണം. എങ്കിൽ യക്ഫികൽ ഖലീൽ മിനൽ അമൽ, നിനക്ക് വളരെ കുറഞ്ഞ അമൽ മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അമലുകളാക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.